ശരി, സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജൻമാർ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് നഴ്സുമാരാണ്. ജോലിഭാരം വർദ്ധിച്ചത് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള നഴ്സസ് യൂണിയൻ DMEക്ക് പരാതി നൽകി. 2019 ബാച്ച് ഹൌസ് സർജൻസി കാലയളവ് കഴിഞ്ഞതാണ് ജീവനക്കാരെ പ്രതിരോധത്തിലാക്കിയത്. പരിഹാരം കണ്ടില്ലെങ്കിൽ സമരത്തിലേക്ക് എന്നാണ് കേരള നഴ്സസ് യൂണിയൻ മുന്നറിയിപ്പ് നൽകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജൻമാർ കാലാവധി കഴിഞ്ഞിറങ്ങിയതോടെ ജോലിഭാരം വർദ്ധിച്ചത് നഴ്സുമാരുടെ കൂടിയാണ്. 2019 ബാച്ചാണ് ഈ കഴിഞ്ഞ ജൂൺ 23-ന് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. ഇതോടെ ഇവിടെയുള്ള PG ഡോക്ടർമാരുടെയും നഴ്സുമാരുമാണ് ഇവരുടെ ജോലി കൂടി നോക്കുന്നത്. ഇതോടെ രോഗികളും നഴ്സുമാരും PG ഡോക്ടർമാരും ഒക്കെ ഈ അമിത ജോലിഭാരമാണ് അല്ലെങ്കിൽ ദുരിതത്തിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നഴ്സുമാരുടെ സംഘടന സമരവുമായി രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇനിയൊരു സമരത്തിലേക്ക് തന്നെയാണ്. ഈ ഹൗസ് സർജന്മാരുടെ കുറവ് വല്ലാതെ ജോലിയെ ബാധിക്കുന്നുണ്ടല്ലേ? അല്ല, തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ജൂനിയർ ഡോക്ടർമാരുടെ ഇല്ലാത്തത് തന്നെ വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ചികിത്സാ രംഗത്ത് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് രോഗികളെ മാത്രമല്ല, നഴ്സുമാരുൾപ്പെടെയുള്ള ജീവനക്കാരെയും PG ഡോക്ടർമാരെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒറ്റയടിക്ക് 250ഓളം ജൂനിയർ ഡോക്ടർമാരാണ് ഈ മാസം 23-ാം തീയതി ഇപ്പോൾ അവരുടെ കോഴ്സിൻ്റെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിന് പകര സംവിധാനം ഇതുവരെ സർക്കാർ എടുത്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പളെ കണ്ട് DMEക്ക് പരാതി നൽകുകയുണ്ടായി. ഉടൻ തന്നെ പരിഹാരം കാണാമെന്നാണ് സാറ് പറഞ്ഞത്. ഈ 1-ാം തീയതി ഒരു ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ട്. നിലവിലുള്ള ഹൗസ് സർജന്മാരെ കൂടി അവർക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെ വീണ്ടും അവിടത്തേക്ക് നിയോഗിക്കാം എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ 10-30 പേര് മാത്രമാണ് അതിന് വില്ലിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇപ്പോൾ ഈ കാലാവധി കഴിഞ്ഞിറങ്ങുന്ന സാഹചര്യത്തിൽ പുതിയൊരു ബാച്ച് വരേണ്ടതല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കാലതാമസം നേരിട്ടത്? അല്ല, ശരിക്കും വെച്ചാൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം വെച്ചാൽ ഒരു ബാച്ച് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഒരു 1-2 ആഴ്ചത്തെ ഒരു ഗ്യാപ്പ് കൊണ്ട് അടുത്ത ബാച്ച് ഹൗസ് സർജൻസി കയറേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇപ്പം പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 3 മാസം എടുക്കും അടുത്ത ബാച്ച് കയറാൻ. ഇതിനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് ഇവരുടെ പരീക്ഷ, ഇപ്പോഴുള്ള ബാച്ചിൻ്റെ പരീക്ഷ വൈകിയതാണ്. കഴിഞ്ഞ വർഷം നടക്കേണ്ട പരീക്ഷ ഇന്നാണിപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. 250ഓളം ഹൗസ് സർജൻസന്മാർ ഒറ്റയടിക്ക് പോകുമ്പോൾ അത് കാഷ്വാലിറ്റി, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകൾ, ലേബർ റൂം, പിന്നെ ICUകൾ, വാർഡുകൾ തുടങ്ങിയ എല്ലാ ഇടങ്ങളിലും ഇത് രോഗി പരിചരണത്തെ സാരമായിട്ട് ബാധിക്കും. ഹൗസ് സർജൻസ് പ്രത്യേകിച്ചും ചെയ്യേണ്ട ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ രോഗികൾക്ക് ടെസ്റ്റ് ഡോസ്, ഫുൾ ഡോസ്, അപ്പോൾ 1-2 രോഗികൾക്കല്ല, ഒരുപാട് രോഗികൾക്ക് വരും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നഴ്സുമാരാണ്. അപ്പോൾ നഴ്സുമാരുടെ ബാക്കിയുള്ള ജോലികളൊക്കെ പെൻഡിങ് ആവുന്ന ഒരു അവസ്ഥ. ഹൗസ് സർജന്മാരുടെ കാലാവധി കഴിഞ്ഞതോടെ നഴ്സുമാരുടെ ജോലിഭാരം കൂടി എന്നുള്ള പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്.